തിരുവനന്തപുരത്തെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള വലിയതുറ കടൽപ്പാലം തകർന്നുപോയി. പാലത്തിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും അടർന്നു വീണു. 2017 ഓഖിയിലും 2007 ടൗക്തെ ചുഴലിക്കാറ്റിലും പാലത്തിന് കേടുപാട് സംഭവിച്ചിരുന്നു. അഖിൽ ഷാ അൻസാർ വിശദാംശങ്ങളുമായി ചേരുന്നു. കടൽപ്പാലം മുറിഞ്ഞു മാറിയിരിക്കുന്നല്ലോ. ഗുഡ് മോർണിംഗ് അഖിൽ ഷാ, പറയൂ വിവരങ്ങൾ. എസ്കേൻ, ഗുഡ് മോർണിംഗ്. നമുക്കറിയുന്നത് പോലെ തന്നെ ഈ വലിയതുറയിലെ കടൽപ്പാലം അതിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 1956 ഈ പാലം ഇവിടെ വരുന്നത്. അതിന് പിന്നാലെ മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ വലിയ ഉപയോഗപ്രദമായിരുന്ന ഒരു പാലമാണ്. പക്ഷേ 2007 ടൗക്തെ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചതോടുകൂടിയാണ് ഈ പാലം വലിയ അപകടത്തിലേക്ക് പോയത്. അതിന് പിന്നാലെ മത്സ്യത്തൊഴിലാളികൾക്ക് ഈ പാലം ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമായി, വിനോദസഞ്ചാരികളെ ഇങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കാത്തൊരു സാഹചര്യവും ഉണ്ടായി. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ തൂണുകൾ തകരുന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ ഒരു ഭാഗം ഇടിഞ്ഞു താഴുന്ന തരത്തിലേക്ക് പോയിരുന്നു. ഇന്നിപ്പോൾ ഈ പാലം പാലത്തിൻ്റെ നടുഭാഗം തകർന്ന് അത് രണ്ട് വശത്തേക്ക് നീക്കുന്നത്, അതായത് അത് മുറിഞ്ഞു മാറിയിരിക്കുന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്കിപ്പോൾ പറയാനുള്ളത്. നേരത്തെ ഈ നാട്ടുകാരൊക്കെ ആരോപിച്ചതുപോലെ തന്നെ പലതവണ ഇത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഈ പാലം പുതുക്കണമെന്നും അല്ലെങ്കിൽ ഇതിന് വേണ്ട അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നുമുള്ള ആവശ്യം വലിയ രീതിയിൽ ഉയർന്നു വന്നിരുന്നു. പക്ഷേ പല പാക്കേജുകളും സർക്കാർ പ്രഖ്യാപിച്ചെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും ഈ പാലത്തിലോ അല്ലെങ്കിൽ ഇതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കോ ആയി സർക്കാർ നടത്തിയിട്ടില്ല. അത് വലിയ വിമർശനങ്ങൾക്ക് ഉന്നയിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ പാലം രണ്ടായി തകർന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ ഈ വലിയതുറയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. എസ്കേൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.